ഹായ് ഗായ്സ്, വെറും മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ഇരട്ടി വേഗത്തിലാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ആവും, സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആവും. അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പിമ്പിൾസൊക്കെ കണ്ട വഴി ഓടും കേട്ടോ. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ അടിപൊളി ക്രീം നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകങ്ങളാണ് കേട്ടോ. 2 ജീരകങ്ങളും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഫെനൽ സീഡാണ്, അതായത് നമ്മുടെ പെരുംജീരകം ഇല്ലേ, വലിയ ജീരകം, അതാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമത് ചേർക്കുന്നത് ക്യുമിൻ സീഡ്സ് ആണ്, നമ്മുടെ ചെറുജീരകം, അതാണ് രണ്ടാമതായിട്ട് ചേർക്കുന്നത്. രണ്ടും ഈക്വലായിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യം ഈക്വലായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതം, ഈ കാണുന്ന കുഞ്ഞ് ടീസ്പൂണിൽ ഓരോ ടീസ്പൂൺ വീതമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ 2 ജീരകത്തിൻ്റെ ബെനിഫിറ്റും ഒത്തിരിയാണ് നമ്മുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ആവാനും, അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ബുദ്ധിമുട്ട് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ക്യൂർ ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു ചെറുജീരകം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നീട് നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഉലുവയാണ്, ഉലുവ ഫെനുഗ്രീക്ക്. ഇത് പറയാതെ ഇരിക്കാൻ വയ്യ, നമ്മൾ ഒരുപാട് വീഡിയോ ഈ ഒരു ഉലുവയുടെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോയുടെ കമൻറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഒരു ഉലുവയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒരു 3 കോമ്പിനേഷൻ്റെ ഒരു ക്രീമാണ് നമ്മളോട് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കൂടി നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. 1-2 തവണ നല്ല രീതിക്ക് കഴുകി കൊണ്ടുവരാം. പിന്നീട് നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് ഇത് കുതിർക്കാനായിട്ട് സമയം വെക്കുകയാണ്. മാക്സിമം നിങ്ങൾ 2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കുക. അതല്ല കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോർമൽ വാട്ടറിന് പകരം ഇവിടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നൊരു ഉലുവയുടെ ക്രീം ചെയ്തിട്ട് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് ഉലുവ മാത്രമാണ്, ബട്ട് നമ്മൾ ഇതിനകത്ത് ജീരകങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ്. അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അത് ഉപയോഗിച്ചിട്ട് വേണം റിസൾട്ട് കിട്ടിയോ ഇല്ലയെന്ന് നോക്കാൻ. അതല്ലാതെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും കമൻറ്റും കൊണ്ട് വന്നേക്കരുത് ആ ഭാഗത്തേക്ക് കേട്ടോ. ഒരാഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കുക. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിതാ കുതിർക്കാൻ വെച്ചിട്ടുള്ള ഉലുവയും ജീരകങ്ങളൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് ഫിൽറ്റർ ചെയ്യാനാട്ടോ. ആ ഒരു എക്സ്ട്രാക്റ്റാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ തിളപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഇതിന് തിളപ്പിക്കുന്ന ഒരു വീഡിയോയും ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെടുക്കുന്ന ആ റോ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റാണ്. നമ്മളൊന്ന് ചൂടാക്കുക ഒന്നും ചെയ്യുന്നില്ല. നോർമലി വാട്ടറിനകത്ത് റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് കുതിർത്ത് വന്നിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്രീം മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ആലുവേര പ്ലസ് കുങ്കുമപ്പൂടെ ആ ഒരു ജെല്ലാണ് ചേർക്കുന്നത്. നമ്മുടെ സാഫ്രോൺ ഇല്ലേ, അതും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ജെല്ലാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂണാണ് ചേർക്കുന്നത്, 2 കുഞ്ഞു സ്പൂണിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഫ്രോൺ ജെല്ലിന് പ്രത്യേകത നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് പോകാനും സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആലുവേര നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആലുവേരയ്ക്കകത്ത് നമ്മളിവിടെ എക്സ്ട്രാക്ട് ആ ഒരു ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ ഉലുവയുടെ ഒക്കെ ഉള്ള എക്സ്ട്രാക്ട് ഇതിനകത്തേക്ക് ആവശ്യാനുസരണം കുറച്ച് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തു. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഡ്രൈ സ്കിൻ ആരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാം, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് കൂടി സെറ്റ് ആവണം കേട്ടോ, എങ്കിലേ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ അങ്ങ് ഉപയോഗിക്കാം, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരൊറ്റ ആ ഒരു എക്സ്ട്രാക്റ്റും നമ്മുടെ ഈ ഒരു ജെല്ലും മാത്രം മതി കേട്ടോ. അപ്പോൾ മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ജെല്ല് ഉപയോഗിച്ചോളൂ. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ജെൽസ് ആണെങ്കിൽ ഇപ്പോൾ കുക്കുംബറിൻ്റെ ജെല്ല് അവൈലബിൾ ആണ്, അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ആലുവേര സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ കുക്കുംബറിൻ്റെ ജെല്ല് കിട്ടിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തോളൂ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തുള്ളതാണ് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ക്രീം. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് പകൽ സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും അപ്ലൈ ചെയ്യാം. മാക്സിമം നിങ്ങൾ രാത്രി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക.
അത്രയും സൂപ്പർ എഫക്റ്റീവ് റിസൾട്ടാണ്. നമുക്ക് 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ പാടും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങൾ മേക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഈ ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.